നമസ്കാരം. രാത്രിയിൽ കിടക്കുമ്പോൾ കാലിന് തരിപ്പ് തോന്നാറുണ്ടോ? കാലിനൊരു വലിച്ചിൽ പോലെയോ മരവിപ്പ് പോലെയോ, അതുപോലെ പേശികൾ മുറുകി നിൽക്കുന്നത് പോലെ കാൽപാദത്തിൽ തന്നെ മരവിപ്പ് തോന്നുക, നടന്നു കഴിഞ്ഞാൽ കാലിന് വല്ലാണ്ട് ക്ഷീണം തോന്നുക, ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ കാലുകൾക്ക് വല്ലാണ്ട് അസ്വസ്ഥത അനുഭവപ്പെടുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ബെഡ് ടൈം റൂട്ടീൻ കാണാം. ഇതിൽ കാലുകളിലെ മസിൽസിന് മൂവ്മെൻറ്റ് നൽകാനും സ്റ്റിഫ്നെസ് കുറയ്ക്കാനും റിലാക്സേഷൻ ലഭിക്കാനും സാധാരണ ബ്ലഡ് സർക്കുലേഷനെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്ന കുറച്ച് ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തേത് ആംഗിൾ പമ്പാണ്. കട്ടിലിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തിട്ട് കാലുകൾ നേരെയാക്കി കാൽവിരലുകൾ ശരീരത്തിന് നേരെ പതിയെ ചലിപ്പിക്കുക. എന്നിട്ട് വിരലുകൾ മുന്നിലേക്ക് പോയിന്റ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 തവണ ചെയ്യാം. ശക്തിയായിട്ട് ചെയ്യേണ്ടതൊന്നുമില്ല. കാഫ് മസിൽസിനെ പ്രവർത്തിപ്പിക്കുന്ന വളരെ സിമ്പിൾ മൂവ്മെൻ്റ് ആണിത്. ഇനി രണ്ടാമത്തേത് ടോക്കേൾ ആൻഡ് സ്പ്രെഡ് എന്നാണ്. കാൽവിരലുകൾ ആദ്യം നമ്മൾ അകത്തേക്ക് മടക്കുക, പിന്നീട് വിരലുകൾ കഴിയുന്നത്ര വിടർത്തുക. ഇതിന് കേൾ, സ്പ്രെഡ് ആൻഡ് റിലാക്സ് ഈ രീതിയിൽ തന്നെ 10 തവണ നമുക്ക് ചെയ്യാം. ഫൂട്ടിലുള്ള ചെറിയ മസിൽസിന് മൂവ്മെൻറ്റ് കിട്ടാൻ ഇത് സഹായിക്കും. ഇനി ഇതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലൊരു ടവല് വിരിച്ചിട്ട് അത് തന്നെ വിരലുകൊണ്ട് നമ്മൾ പതിയെ ഇങ്ങനെ വലിച്ച് അടുത്തോട്ട് പിടിക്കുക. എന്നിട്ട് വീണ്ടും വിരലുകൾ നേരെയാക്കുക. ചിലർക്ക് ഗ്രിപ്പ് കിട്ടാതെയൊക്കെ ഇരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ടവല് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇത് ഫുട്ട് മസിൽസിന് വളരെ നല്ലതാണ്. ഇനി ആംഗിൾ റൊട്ടേഷനാണ് മൂന്നാമത്തേത്. കാലൊരു അല്പം ഒന്ന് ഉയർത്തി വെച്ചിട്ട് വട്ടത്തിൽ ഒരു 10 തവണ. ആദ്യം നമുക്ക് ക്ലോക്ക് വൈസിൽ ചെയ്യാം ഒരു 5 തവണ, എന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഒരു 5 തവണ, അങ്ങനെ ഒരു 10 തവണ മതി. ഇത് ആംഗിൾ ജോയിൻറ്റിൻ്റെ മൊബിലിറ്റി നിലനിർത്താനും കാലിലെ സ്റ്റിഫ്നെസ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ്. ഇനി അടുത്തത് കാഫ് സ്ട്രെച്ച് ആണ്. മതിലിലൊക്കെ കൈവച്ചിട്ട് ഒരു കാല് മുന്നിലും മറ്റേ കാൽ പിന്നിലും വെക്കാം. എന്നിട്ട് പിന്നിലെ കാലിൻ്റെ ഹീൽ അല്ലെങ്കിൽ ഉപ്പൂറ്റി ഭാഗം നിലത്ത് തന്നെ വെച്ചിട്ട് ശരീരം അല്പം മുന്നോട്ട് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ കാഫ് ഭാഗത്ത് ചെറിയൊരു സ്ട്രെച്ച് വരും. ഒരു 20 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് 2 തവണ ഇങ്ങനെ ചെയ്യാം. വേദന സഹിച്ചുകൊണ്ടൊന്നും സ്ട്രെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതല്ലെങ്കിൽ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ നമുക്ക് കാലിൽ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് എടുക്കാവുന്നതുമാണ്. ഇനി അഞ്ചാമത്തേത് ജെന്റിൽ ലെഗ് മൂവ്മെൻ്റ് ആണ്. കട്ടിൽ തന്നെ കിടന്നിട്ട് ഒരു കാല് പതുക്കെ ഉയർത്തി കുറച്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും താഴ്ത്താം. പാദാഭ്യംഗം എന്നുള്ളത് കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഉൾക്കാലിലായിട്ടും ഒക്കെ തന്നെ ഓയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉറക്കം ഒട്ടും കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്, ദേഹത്താകെ ചുട്ടുപുകച്ചിൽ അനുഭവിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പാദാഭ്യംഗത്തിനുള്ള ഓയിൽ ഏതാണെന്നറിയോ? ചന്ദനാദി തൈലമാണ്. അതുപോലെ ജോയിൻറ്റിലൊക്കെ സ്റ്റിഫ്നെസ്സും ബുദ്ധിമുട്ടുകളും നിവർത്താനും മടക്കാനുമുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? മഹാനാരായണ തൈലം.